തകർന്നതിനെ സ്തോത്രം നേരെയാക്കുവാൻ കഴിവുള്ളവനാണ് കർത്താവ്. അതിനർത്ഥം സ്തോത്രം എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ 23-ാം സങ്കീർത്തനത്തിൽ എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു എന്ന ദാവീദ് ആ എബ്രായ പദങ്ങൾ ചേർത്ത് വെച്ച് എഴുതുമ്പോൾ അവനറിയാം എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നവൻ്റെ പേരാണ് യഹോവ റാഫ. എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നവനാണ് ആര്? എന്നെ സൗഖ്യമാക്കുന്ന യഹോവ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യം എങ്ങനെ പറയുന്നു? ഐ ആം ദ ലോർഡ് ദാറ്റ് ഹീലർ thee. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവ. ദൈവം നിങ്ങളെ സൗഖ്യമാക്കുന്നവനാണ്. നിങ്ങളുടെ ആത്മാവിനെ, നിങ്ങളുടെ പ്രാണനെ, നിങ്ങളുടെ ശരീരങ്ങളെ സൗഖ്യമാക്കുന്നവനാണ് ദൈവം. കർത്താവിൻ്റെ മറ്റൊരു പേരാണ് 23-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത്, അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. അടുത്ത സെന്റൻസ് നോക്കിയേ, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകൾ നടത്തുന്നു. ദൈവം എന്നെ നടത്തുന്നതായ പാതകൾ നീതിപാതകളാണ്. ദൈവം എന്നെ നടത്തുകയാണ്. എൻ്റെ ഇടയൻ എൻ്റെ മുൻപിൽ പോകുന്നു, ഇടയൻ്റെ പിന്നാലെ ഞാൻ പോകുകയാണ്. ഇടയൻ എന്നെ നയിക്കുമ്പോൾ ഇടയൻ അനീതിയുടെ പാതയിലല്ല എന്നെ നടത്തുന്നത്. ലോകത്തിൻ്റെ രാജാക്കന്മാരും നേതാക്കന്മാരും തങ്ങളുടെ അണികളെ, തങ്ങളുടെ പ്രജകളെ പലപ്പോഴും അനീതിയുടെ പാതയിലൂടെ നടത്താറുണ്ട്. വഴി ഏതായാലും ലക്ഷ്യത്തിലെത്തിയാൽ മതി എന്ന് പറഞ്ഞ് അനീതികളുടെ പാതകളിലൂടെ സഞ്ചരിക്കുന്നവരുണ്ട്. പക്ഷേ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ കർത്താവ് ഏതേലും പാതകളിലൂടെയല്ല നടത്തുന്നത്, നീതിയുടെ പാതയിലൂടെ നടത്തുന്നു.